മൂന്നാർ ട്രിപ്പിന്റെ രണ്ടാമത്തെ ദിവസമാണ് ഗൈസ്. അതിന്റെ രാവിലത്തെ കലാപരിപാടികളാണ് ഈ നടക്കുന്നത്. ചോദിക്കോ ഒരു ദിവസത്തേക്ക് ഒരു പെണ്ണിനെ കിട്ടുമോ? നാളെ ഇല്ല. അങ്ങനെ നമ്മൾ പോവാൻ വേണ്ടി റെഡിയായി ഗൈസ്. ഫുഡ് കഴിക്കാൻ പോവുകയാണ്. എന്താണ് കഴിക്കാനുള്ളത്? ഇഡലി, ഇഡലി, സാമ്പാർ, ചമ്മന്തി. എടുക്കാം. നമ്മളെ കൊണ്ടുപോകാൻ വന്ന വണ്ടിയാണിത്. നമ്മളിന്ന് ജീപ്പിലാണ് കറങ്ങാൻ പോകുന്നത്. അപ്പോൾ പോകാം. ഈ ജീപ്പ് സവാരിക്ക് കൊണ്ടുപോകുന്ന സ്ഥലങ്ങളും റേറ്റും ഒക്കെ അവരിങ്ങനെ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പം നമ്മൾ ഈ 7000 രൂപയുടെ അതാണ് സെലക്ട് ചെയ്തത്. അങ്ങനെ നമ്മളെ കൊണ്ടുപോവുകയാണ്. നമ്മളെ ഈ കൊണ്ടുപോകുന്ന വഴിയിൽ വേറെ വെളിയിൽ നിന്നുള്ള കാറുകളൊന്നും പോകത്തില്ല. ഈ ലോക്കലിൽ ഓടുന്ന കാറും പിന്നെ ജീപ്പുമാണ് കൂടുതലായിട്ട് ഓടുന്നത് കേട്ടോ. അതൊക്കെ ഈ അങ്കിള് നമ്മുടെ അടുത്തൊക്കെ പറഞ്ഞു തന്നുകൊണ്ട് പോവുകയാണ്. ശബരിമല കഴിഞ്ഞിട്ട് രണ്ടാമത്തെ അയ്യപ്പ ക്ഷേത്രമാണ് അത് കേട്ടോ. ഇതാണ് ഗൈസ് ചതുരംഗപ്പാറ. എവിടെ പോയാലും അവൻ്റെ പ്രധാന കലാപരിപാടി ഇങ്ങനെ കാർ വാങ്ങിക്കലാണ്. അത് അവൻ നല്ല രീതിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പച്ചമാങ്ങ മേടിച്ചായിരുന്നേ. ഈ മുളകും ഉപ്പും ഒക്കെ ഇട്ട് തരും അവർ. അങ്ങനെ അത് മേടിച്ച് കഴിച്ചു. നമ്മൾ റിവർ വാലിയിലാണ് എത്തിയത്. ഇവിടെ വെള്ളച്ചാട്ടം കാണാനാണ്. പക്ഷെ അവിടെ കണ്ടോ അങ്ങനെ നല്ല തണുപ്പ് വെള്ളമേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ നമ്മൾ ഇറങ്ങിയില്ല. അത് കഴിഞ്ഞൊരു തൂക്കുപാലം, പണ്ട് ബ്രിട്ടീഷുകാർ പണിഞ്ഞ ഏതോ തൂക്കുപാലമാണ് ഇത്. അങ്ങനെ ഈ തൂക്കുപാലത്തിൻ്റെ അടുത്താണ് നമ്മൾ അടുത്തെത്തിയത്. ഇത് നല്ല രസമുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാനും എല്ലാം നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. ഇതാണ് ആദ്യം പഠിച്ചതാ. ഓക്കെ വീഡിയോ അവനെ ചെരുപ്പെടുത്തില്ലാത്ത എന്നെ വഴക്ക് പറഞ്ഞു. പൊന്മുടിയിലേക്ക് പോവുകയാണ് ഗൈസ്. മഴ വരുന്നതിന് പൊന്മുടി ഡാമാണ്. അവിടെ തന്നെ എക്കോ പോയിന്റ് ഉണ്ട്, പിന്നെ വ്യൂ പോയിന്റ് ഉണ്ട്. അങ്ങനെ 2-3 സ്ഥലം പൊന്മുടിയിൽ തന്നെ ഉണ്ട്. അപ്പം അതെല്ലാം കാണാൻ.
ആദ്യം നമ്മൾ പൊന്മുടി ഡാമിലാണ് പോയത്. അവിടെ നിന്ന് നമ്മളൊരു ചായക്കടയിൽ കയറി ചായ കുടിച്ചു. അതിന് ശേഷം നമ്മൾ എക്കോ പോയിൻറ്റിൽ പോകാനായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇറങ്ങണോ വേണ്ടയോ എന്ന്. കാരണം നല്ലൊരു ഇറക്കമാണ്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കാർ ഓടിച്ച് കളിച്ചുകൊണ്ടിരുന്നതാണ്, ഇറങ്ങണോ വേണ്ടയോ എന്ന് ആലോചിച്ച്. അങ്ങനെ പിന്നെ എന്തായാലും തീരുമാനിച്ച് ഞങ്ങൾ എക്കോ പോയിൻ്റ് കാണാൻ പോവുകയാണ്. നമ്മളെവിടെ പോവാ? എന്തിനാ? ആർക്ക്? ആ പോട്ട്. അവിടെ ചെല്ലുമ്പോ അറിയാം എക്കോ പോയിന്റ് ആണോ കൊക്കോ ബീച്ച് സ്ഥലമാണെന്ന്. ഇതൊന്ന് പറയുന്നത് എക്കോ പോയിന്റ് ആണെന്നാ തോന്നുന്നത്. ടാറ്റാണിഞ്ഞ് ഇത് നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. നമുക്ക് കയറ്റം ഇറങ്ങാനുള്ള മടി കൊണ്ട് വെയിറ്റ് ചെയ്തതാണ്. പക്ഷെ എന്തായാലും ഇറങ്ങിയത് നല്ലതായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. എക്കോ പോയിൻറ്റിൻ്റെ വീണ്ടും വരൂല. എക്കോ പോയിൻ്റ് എന്ന സ്ഥലത്തിന് വെർത്തായിട്ടുള്ള രീതിയിലാണ് അവിടെ ഉണ്ടായിരുന്നത്. സ്ഥലം വ്യൂ പോയിന്റ്. ഏത്? വ്യൂ പോയിന്റ്. എങ്ങനെ എങ്ങനെ ആയിരിക്കും? ഇറങ്ങാദ്യം. നമ്മളിപ്പോ എവിടാടാ വന്നേ? വ്യൂ പോയിന്റ്. എവിടെ എവിടെ എവിടെ? വ്യൂ പോയിന്റ്. ഇതാണ് വ്യൂ പോയിന്റ്. നമുക്കിവിടെ നിന്നാൽ അങ്ങ് ദൂരെയുള്ളത് വരെ കാണാൻ പറ്റും. അതാണ് വ്യൂ പോയിന്റിന്റെ പ്രത്യേകത. നമ്മൾ അവിടെ നിന്ന് ഒരു കൊക്കോ മേടിച്ച് അപ്പം അത് പൊട്ടിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഒരു ഹിന്ദിക്കാരൻ വന്നു, അയാൾക്ക് നമ്മൾ കൊടുത്തു കുറച്ച്. അതിനുശേഷം ഞങ്ങൾ സിപ്പ് ലൈൻ കയറാൻ പോവുകയാണ്. ഞാനും വേറൊരു ഫ്രണ്ടിൻ്റെ വൈഫ് മാത്രമേ കയറിയുള്ളൂ, വേറെ ആരും കയറിയില്ല. ഒരാൾക്ക് ഇതിൽ കയറുന്നതിന് 500 രൂപയാണ് ഇവർ ചാർജ് ആക്കുന്നത്. അപ്പം ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ള 2 പേര് കയറാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 പേരും കയറുകയാണ്. ഇതെന്തോ ഐസ്ക്രീം. അതിനുശേഷം ഞങ്ങൾ ഐസ്ക്രീമും മേടിച്ച് കുടിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാനുള്ള തീരുമാനത്തിലാണ്.
ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ചോറ് കിട്ടി. അങ്ങനെ ചോറും ചാള പൊരിച്ചതും ഒക്കെ ആയിരുന്നു. അതെല്ലാം കഴിച്ചിട്ട് ഇതോ ഒരുത്തനെ ഫ്രണ്ടിലിരുന്നവനാണ്, അവനിതോ ബാക്കിൽ കയറി. പിന്നെ ഫുഡ് കഴിച്ചത് കാരണം എല്ലാവർക്കും ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നാരങ്ങയൊക്കെ മേടിച്ച്. മറ്റേ പൊന്നു നല്ല ഉറക്കമായിരുന്നു. അടുത്ത് നമ്മൾ കൈനഗിരി വാട്ടർഫോൾസിലാണ് പോകുന്നത്. അവിടെ കുളിക്കാം എന്നൊക്കെ പ്ലാനിട്ടാണ് പോകുന്നത്. പിന്നെ നമ്മൾ എത്താൻ താമസിച്ചു ഗൈസ്. നമുക്ക് അവിടെ 4 മണിയായി, 4:15 നമ്മളവിടെ എത്തിയപ്പോൾ. അവിടെ 5 മണി വരെ എങ്ങാണ്ടേ ഉള്ളൂ. അപ്പം നമ്മൾ എത്തിയപ്പോൾ താമസിച്ചു. പിന്നെ നമുക്ക് ഡ്രസ്സ് മാറാനൊന്നുമുള്ള സമയം കിട്ടിയില്ല. നേരെ അങ്ങ് വാട്ടർഫോൾസിൽ ഇറങ്ങാനുള്ള പരിപാടിയിലോട്ട് അങ്ങ് പോവുകയാണ് നമ്മൾ ചെയ്തത്. അതുകൊണ്ട് പെട്ടെന്ന്, അതായത് 4:45 അവർ നമ്മളെ കയറ്റും. 5 മണിയാകുമ്പോൾ അവരത് ക്ലോസ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഒത്തിരി നേരം എൻജോയ് ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ ഡ്രസ്സ് മാറാനായിട്ടൊന്നും വെയിറ്റ് ചെയ്തില്ല. നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. പോയ എല്ലാ സ്ഥലങ്ങളും അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു. നല്ല ഭംഗിയിൽ വെള്ളച്ചാട്ടം, നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് കൊണ്ടുവന്ന ഡ്രസ്സാണ്. പിന്നെ വെള്ളത്തിൽ ഇറങ്ങിയതിന് ശേഷം മാറിയിട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ ഗത്തായിട്ടുള്ള ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു ഗൈസ്. പിന്നെ മടങ്ങുന്ന വഴിയിലും നല്ല പ്രകൃതി രമണീയമായ തേയിലത്തോട്ടവും എല്ലാം ഉണ്ടായിരുന്നു. അടുത്തത് നമ്മൾ ഒരു ചോക്ലേറ്റ് ഫാക്ടറിയിലോട്ടാണ് പോകുന്നത്. നമുക്ക് കുറച്ച് തേയിലയും ചോക്ലേറ്റ്സും ഒക്കെ മേടിക്കണമായിരുന്നു. അപ്പം നമ്മളിങ്ങനെ പർച്ചേസിന് ഇനി എവിടെ ഇറങ്ങാനിങ്ങനെ ആലോചിച്ചപ്പം ഈ കൊണ്ടുപോയ ഡ്രൈവർ അങ്കിൾ തന്നെയാണ് പറഞ്ഞത്, ഇവിടെ ഒരു ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്, അവിടെ നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരും. എന്നിട്ട് നമുക്ക് നല്ല ചോക്ലേറ്റ് അവിടെ മേടിക്കാൻ കിട്ടും, അവിടെ നിന്ന് മേടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറിയിലെത്തി. അവരിങ്ങനെ ഉണ്ടാക്കുന്നത് വീഡിയോയിലാണ് ആദ്യം കാണിച്ചു തരുന്നത്. അത് കഴിഞ്ഞിട്ട് മോൾഡ് ചെയ്യുന്നതെല്ലാം നമുക്ക് നേരിട്ട് കാണിച്ചു തരും. അവരുടെ മെഷീനും ഇതൊക്കെ പറഞ്ഞു തരും. അങ്ങനെ നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതൊക്കെ കണ്ടതിന് ശേഷം അവിടെ നിന്ന് കുറച്ച് ചോക്ലേറ്റും തേയിലയൊക്കെ മേടിച്ചു. അത്യാവശ്യം ലാഭം ഉണ്ടായിരുന്നു. നമ്മൾ 4 എണ്ണം എടുത്താൽ ഒരെണ്ണം ഫ്രീ, അങ്ങനെയൊക്കെയാണ് അവർ വിൽക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് തേയിലയും ചോക്ലേറ്റും ഒക്കെ മേടിച്ച് നമുക്ക് രാത്രി കഴിക്കാനുള്ള ഫുഡും വാങ്ങിയതിന് ശേഷം നമ്മൾ തിരിച്ച് റിസോർട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.